കിഴക്കൻ ഏറനാടിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് ഫിനിക്സ് എന്നത് നമ്മുടെ ഒരു വെറും അവകാശവാദമല്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ഫുൾ A+കാരെ നമ്മുടെ ജില്ലക്ക് സമ്മാനിച്ചതിൽ നിർണായകമായ പങ്കുവഹിച്ച സ്ഥാപനമാണ് ഫിനിക്സ്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം അല്ലെങ്കിൽ എന്താണ് ആ ഒരു എക്സലൻസിൻ്റെ പിന്നിലുള്ള മോട്ടീവ് എന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫിനിക്സ് മുന്നോട്ട് വെക്കുന്ന അക്കാഡമിക് കാഴ്ചപ്പാടുകൾ, പ്രത്യേകിച്ചും അതിൻ്റെ പിന്നിലുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ MD, ഞങ്ങളുടെ ടീം വർക്ക്, ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം. അതിലേറെ ഈ കുട്ടികളെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ അസസിങ് ടൂൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അവിടെയാണ് ഫിനിക്സിൻ്റെ ഫിൻവേസ് ക്ലാസ്സസിൻ്റെ മെഗാ ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ടൂള് നമ്മൾ പരിചയപ്പെടുന്നത്. മെഗാ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ സർക്കാർ എക്സാമിനേഷൻ്റെ തനി റെപ്ലിക്ക. അതിൻ്റെ ഏതൊക്കെ മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഏകദേശം 50-ലധികം ഈ പരിസരങ്ങളിലെ കിഴക്കൻ ഏറനാടിലെ സ്കൂളിലെ 1000-ലധികം കുട്ടികളിൽ ഞങ്ങൾ നടത്തുന്ന ഈ ഒരു എക്സാം, അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ റിസൾട്ട് എന്നറിയപ്പെടുന്നത്. കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ ഒരേപോലെ ഏറ്റെടുക്കുകയും വളരെ പോസിറ്റീവായ റെസ്പോൺസ് ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു ഇവൻ്റാണ് ഫിനിക്സിൻ്റെ മെഗാ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഈ മെഗാ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയായി സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഷബീർ സാർ ഞങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഈ മെഗാ ടെസ്റ്റ് മുഴുവനായിട്ടും നിയന്ത്രിക്കുന്ന അതിൻ്റെ എക്സാം കൺട്രോളർ മനോജ് സാർ കൂടെയുണ്ട്. ഞങ്ങളുടെ അക്കാഡമിക്കായ എല്ലാ കാര്യങ്ങളും സാഗൂതം ശ്രദ്ധിക്കുന്ന അക്കാഡമിക് കോർഡിനേറ്റർ മുജീബ് സാർ കൂടെയുണ്ട്. കൂടുതലായിട്ട് മെഗാ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് അതിൻ്റെ ഒരു എല്ലാ വശങ്ങളും സംസാരിക്കാൻ വേണ്ടി മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് ഷബീർ സാറെ ഞാൻ ക്ഷണിക്കും. നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് മെഗാ ടെസ്റ്റ് റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മെഗാ ടെസ്റ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചെറിയൊരു തിരുത്തുണ്ട് ബഷീർ മാഷോട്. ബഷീർ മാഷ് അറിയാതെങ്കിലും ഫിനിക്സ് എന്നുള്ള പേരാണ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പേരിലാണ് നമ്മൾ ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വർഷത്തോടു കൂടി നമ്മളെ സ്ഥാപനത്തിന്റെ പേരും കമ്പനിയും എല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ അതിന്റെ മാറ്റം വന്നിട്ടുണ്ട്. ഫിനിക്സിന്റെ പേര് ഫിൻവേഴ്സ് എന്നാക്കിയിട്ടുണ്ട്. ഫിൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിനിക്സ് പ്ലസ് യൂണിവേഴ്സ്, ഏറ്റവും സിമ്പിൾ ആട്ടോ. ഫിനിക്സ് തന്നെയാണ് ഇപ്പോഴും ഫിൻവേഴ്സ്. അപ്പോൾ ഞാനത് തുടക്കത്തിൽ മെഗാ ടെസ്റ്റിന്റെ സമയത്ത് സൂചിപ്പിച്ചതേ ഉള്ളൂ. മെഗാ ടെസ്റ്റിലേക്ക് വരാം. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ മെഗാ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാം നടത്താറുണ്ട്. മിക്കവാറും അടുത്ത വർഷത്തോടു കൂടി ആ മെഗാ ടെസ്റ്റിന്റെ പേര് നമ്മൾ മാറ്റും. ഫിൻ ടെസ്റ്റ് എന്ന പേരിലേക്കാണ് അത് മാറാൻ പോകുന്നത്. ഈ ഫിനിക്സിന്റെ മെഗാ ടെസ്റ്റ്, ഫിൻവേഴ്സിന്റെ മെഗാ ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60ഓളം സ്കൂളിലെ കുട്ടികൾ മത്സരിക്കുന്ന ഒരു വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ്. എന്തായാലും കഴിഞ്ഞ മെഗാ ടെസ്റ്റ് റിസൾട്ട് മനോജ് സാർ പ്രഖ്യാപിക്കും. എനിക്ക് പറയാനുള്ളത് പുതിയൊരു മെഗാ ടെസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. രണ്ടാം മെഗാ ടെസ്റ്റ് 2 എന്ത് ചെയ്യണം, നമ്മൾ ഈ വരുന്ന ഒക്ടോബർ 20 മുതൽ +2-നും നവംബർ 3 മുതൽ +1-നും ആരംഭിക്കുകയാണ്. ഇതുവരെ കഴിഞ്ഞ വ്യത്യസ്തമായ പുതിയ രീതിയിലാണ് നമ്മൾ മെഗാ ടെസ്റ്റ് വരുന്നത്. ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അതായത് നമ്മൾ സാധാരണ നമുക്കറിയാം ഇപ്പോൾ സ്കൂളിലും ഒക്കെ ഉള്ളത് നമുക്കറിയാം, ഒരു കുട്ടി പബ്ലിക് എക്സാമിന്റെ മാത്രം മാർക്കല്ല ആ കുട്ടിക്ക് കൂട്ടുന്നത്. ആ കുട്ടി സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന മുതൽ ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങൾക്കും മാർക്കുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫിനിക്സിലും ആ കുട്ടിയുടെ അറ്റൻഡൻസ് നമ്മൾക്ക് എന്ത് മാർക്കുണ്ട്, ആ കുട്ടിക്ക് ഒരു വൈവ എക്സാം അതിന് മാർക്കുണ്ട്, ആ കുട്ടിയുടെ നോട്ട്ബുക്കിന് മാർക്കുണ്ട്. നമുക്കറിയാം നമ്മൾ ഓരോ കുട്ടികളും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ അവരെ നോട്ട്ബുക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ SLC ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ അവർക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാൻ പറ്റും. പക്ഷെ +1 +2 പ്രത്യേകിച്ച് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് ഒരു റെഫറൻസിന് വെക്കാന്നല്ലാതെ മിക്കവാറും അത് നോക്കി പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ്സിന് ശേഷം അവർക്ക് ഈ നോട്ട്ബുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ നോട്ട്ബുക്കിനെ ഫിനിക്സ് വലിയൊരു കാര്യമായി കാണുന്നു. അതിലൊരു മാർക്ക് ഉണ്ട്. ഓരോ ചാപ്റ്റർ എഴുതുമ്പോൾ അതിന് ഇത്ര മാർക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൊടുക്കുന്നുണ്ട്. അതേപോലെ +2-ലെ കുട്ടികൾക്കാണ് ഈ പ്രാക്ടിക്കൽ. സാധാരണ ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും തീരെ മൈൻഡ് ചെയ്യാത്തൊരു ഭാഗമാണ് പ്രാക്ടിക്കൽ. തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഈ വർഷം മുതൽ പ്രാക്ടിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു മോഡൽ എക്സാം കൂടെ നടത്തുന്നത്, അതിന് വേണ്ട ക്ലാസ്സുകളൊക്കെ കൊടുത്ത് അവർക്ക് പ്രാക്ടിക്കൽ എക്സാം നടത്തുന്നുണ്ട്. ഇതൊക്കെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുക. അതോടൊപ്പം ഇതുവരെ നടത്തിയ പോലെ മെഗാ ടെസ്റ്റും ഉണ്ട്.
4 എക്സാമുകൾ ഉണ്ടാവും. ഇതൊക്കെ കൂടിയിട്ട് ചാപ്റ്റർ വൈസ് എക്സാമുകളുണ്ട്. ഇത് പ്രാക്ടിക്കൽ പേടി ഉണ്ടാവും. ആ പേടിയൊക്കെ നമുക്ക് ഇവിടെ തന്നെ മാറ്റാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പൊ സ്കൂളിലൊക്കെ ഫിസിക്സിൻ്റെതാണെങ്കിൽ ഏകദേശം 18 എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ 22 എക്സ്പെരിമെന്റ് ഒക്കെ സ്കൂളിൽ ചെയ്യാം. നമുക്ക് ഇതൊക്കെ കൂടെ ചെയ്യാനുള്ള സമയം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു 5 or 6 എക്സ്പെരിമെന്റ് അതെങ്ങനെ ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് കൊടുക്കും. കെമിസ്ട്രിയിലാണെങ്കിൽ പിന്നെ അവരുടെ സ്കീം ഉണ്ട്, അതായത് ഇവർക്ക് കാണാപ്പാടം പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, നന്നായി പഠിക്കേണ്ട, അതിന്റെ ഒരു ക്ലാസ് കൊടുത്ത് പിന്നെ പ്രാക്ടിക്കൽ ചെയ്യുന്ന രീതിയൊക്കെ അവർക്ക് നന്നായി വിശദീകരിച്ച് കൊടുത്ത് അതിനൊരു എക്സാം നടത്തുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ വർഷത്തെ നമ്മളുടെ എക്സാമിന്റെ ഒരു പ്രത്യേകത. ഇതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ഈ വർഷത്തെ നമ്മുടെ മെഗാ ടെസ്റ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിനുവേണ്ടി ഈ മെഗാ ടെസ്റ്റിൻ്റെ എക്സാം കൺട്രോളർ മനോജ് സാറെ ക്ഷണിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഈ ചർച്ചയുടെ തുടർച്ചയാണ്. കാരണം ബഷീർ സാറ് പറഞ്ഞു, നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ കഴിഞ്ഞ 5 വർഷങ്ങളായി ഏറ്റവും കൂടുതൽ A+ വാങ്ങുന്ന ഒരു സ്ഥാപനമാണ്. അത് നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഷബീർ സാർ പറഞ്ഞു, നമ്മുടെ മലപ്പുറം ജില്ലയിലെ നല്ല വ്യത്യസ്തമായ ഒരുപാട് സ്കൂളുകളിലെ ടോപ്പേഴ്സ് നമ്മളുടെ കുട്ടികളാണ്. ഇതൊന്നും അത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തല്ല. ഈ പറഞ്ഞ മെഗാ ടെസ്റ്റ് പോലുള്ള ഈ മെഗാ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ തുടക്കം മുതൽ ഓരോ വർഷവും പുതിയ പുതിയ മാറ്റങ്ങളോടുകൂടിയാണ് വരുന്നത്. ഇനിയിപ്പോൾ നേരത്തെ ഷബീർ സാർ പറഞ്ഞ പോലെ തന്നെ വളരെ വൈവിധ്യങ്ങളോടുകൂടി നമുക്ക് നടത്തുകയാണ്. അതായത് പണ്ട് പഠനം പാൽപ്പായസം എന്ന് പറയും. അതായത് കുട്ടികൾ അറിയാതെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പല രക്ഷിതാക്കളും നമ്മളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, കുട്ടികൾ നോട്ട് കൃത്യമായിട്ട് എഴുതുന്നില്ല, അല്ലെങ്കിൽ അവർ പഠിച്ചിട്ട് വേണ്ടത്ര തലയിൽ കയറുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വൈവിധ്യമായ രീതിയിൽ തന്നെ മെഗാ ടെസ്റ്റ് നടത്തുക എന്നതാണ്. നമ്മൾ അടുത്ത വർഷം കുറച്ചുകൂടി പ്ലാനിങ്, അതായത് ഒരു അക്കാഡമിക് ഇയറിൽ മുഴുവൻ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ CE മാർക്കൊക്കെ ഉള്ള പോലെ തന്നെ തുടർച്ചയായിട്ട് നടത്താൻ പറ്റുന്ന രൂപത്തിലുള്ള മെഗാ ടെസ്റ്റ് പുതിയ ഒരുപാട് വൈവിധ്യങ്ങളോടെ പുതിയ പേരോടുകൂടി നമ്മൾ നടത്തും. തീർച്ചയായിട്ടും രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരൊക്കെ നമ്മളുടെ പിന്നിലുണ്ട് ഉണ്ടാവുന്നത് നമുക്കറിയാം. അതുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ വരാം. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ഈ വർഷത്തെ +1 മെഗാ ടെസ്റ്റ് റിസൾട്ട് നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ പല ക്വസ്റ്റ്യനും സ്കൂളുകളിലൊക്കെ ബുദ്ധിമുട്ടായി. പക്ഷെ നമ്മൾ ഫിനിക്സിലെ കുട്ടികൾക്ക് അതൊക്കെ ഈസി ആയിരുന്നു, പ്രത്യേകിച്ച് മാത്സിൻ്റെ പരീക്ഷയൊക്കെ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടി നമ്മൾ നല്ലോണം തയ്യാറെടുത്തുകൊണ്ടാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മുതൽ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയത്. അത് റിസൾട്ട് ബുദ്ധിമുട്ടാക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കുട്ടികളൊക്കെ വളരെ ആവേശത്തോടു കൂടി പഠിച്ചെടുത്തു. വളരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളോടൊക്കെ തന്നെ ചർച്ച ചെയ്താൽ അറിയാം, അവരൊക്കെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു. നല്ല റിസൾട്ടാണ്. അതിന്റെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന പോലെ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഫിനിക്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ തുച്ഛമായ ഒരു എമൗണ്ട് കുട്ടിയെടുത്ത് കളക്ട് ചെയ്യാം. അതിനപ്പുറം ഇത്രയും വലിയൊരു എമൗണ്ട് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി MD-യുടെ തീരുമാനം പറഞ്ഞാൽ അപ്പൊ ആ ഔട്ട്കമ്മിലുള്ള പ്രതീക്ഷയാണ് അത്രയും എന്ത് ചെയ്തു അത് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് രക്ഷിതാക്കളിലും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിലുള്ള വിശ്വാസം അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക. അവരുടെ മാക്സിമം അവരുടെ കഴിവ് നമ്മൾ ചൂഷണം ചെയ്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, അവരൊക്കെ ഇതിൽ വളരെ ആവേശത്തിലാണ്. അടുത്ത മെഗാ ടെസ്റ്റിൽ ഫുൾ മാർക്ക് വാങ്ങും എന്നൊരു ആവേശത്തിലാണ് എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണത്തിലേക്ക് പോവുകയാണ്. ആകെ നമുക്ക് ആദ്യത്തെ 10 റാങ്കാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ആദ്യത്തെ 10 റാങ്കിൽ 17 കുട്ടികളാണുള്ളത്. അതിൽ 1ാം റാങ്ക് ഒരു അര മാർക്ക് വ്യത്യാസത്തിൽ, ഫുൾ മാർക്ക് ഇല്ല, സാധാരണ എല്ലാ തവണയും ഫുൾ മാർക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത്തവണ ഫുൾ മാർക്ക് ഇല്ലാതെ ഒരര മാർക്ക് കുറവിൽ, അതായത് 160-ൽ 159.5 മാർക്ക് വാങ്ങിയ 3 കുട്ടികളാണ്. വെറും അര മാർക്കിന്റെ വ്യത്യാസം, വെറും അര മാർക്ക് മാത്രം. അത് അത്രയും കൃത്യമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് മാർക്കൊക്കെ കൃത്യമായി വാല്യുവേഷൻ അത്രയും കണിശമാണ് എന്നതിന്റെ ഒരു പ്രൂഫാണ്, അല്ലേ? ഒരു കുട്ടിക്ക് അർഹതയുള്ള സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ എല്ലാം ഒരു കുടക്കീഴിൽ വന്നിട്ടുണ്ട്. വളരെ സ്ട്രിക്റ്റ് വാല്യുവേഷൻ, ഒരു പരാതി ഇല്ലാതെ ഒരു കുട്ടിക്ക് പോലും അർഹതയില്ലാത്ത മാർക്ക് കിട്ടരുത്, എന്നാൽ അർഹരായ എല്ലാ മാർക്ക് കിട്ടും. അത്രയും കൃത്യമായിട്ടാണ് നമ്മൾ വാല്യൂ ചെയ്ത്. അതുകൊണ്ടാണ് ഒരു അര മാർക്ക് നമ്മൾ കുറഞ്ഞ് 159.5 മാർക്ക് നേടി 3 കുട്ടികളാണ് 1ാം റാങ്ക് വാങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് റാങ്കിൽ തന്നെ 3 കുട്ടികൾ. അതെ, ഫസ്റ്റ് റാങ്ക് 3 കുട്ടികളാണുള്ളത്. അത് വണ്ടൂർ ബ്രാഞ്ചിൽ നിന്നും 2 കുട്ടികളും കരുവാരകുണ്ട് ബ്രാഞ്ചിൽ നിന്നും 1 കുട്ടിയാണുള്ളത്. ഇത് പിന്നെ എല്ലാ വർഷവും പോലെ തന്നെ വണ്ടൂർ ഇപ്പോഴും അതിന്റെ കുത്തക നിലനിർത്തിയിട്ടുണ്ട്. ഫസ്റ്റ് റാങ്ക് 2 പേര് വണ്ടൂരിന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെ. അതോടൊപ്പം തന്നെ നമുക്ക് മത്സരിക്കാൻ കരുവാരകുണ്ട് ബ്രാഞ്ച് ഓരോ തവണയും ഓരോ ബ്രാഞ്ചും
ചെറിയ അരമാർക്ക് വ്യത്യാസമുള്ളൂ. എന്നാൽ പോലും എല്ലാ ബ്രാഞ്ചുകാരും കൂടി എല്ലാവരുടെയും പ്രാതിനിധ്യം ഉണ്ട്. പക്ഷെ അതൊക്കെ അരമണി മാർക്ക്, അതെ. ഒരു മാർക്കിന്റെ ഡിഫറൻസിലാണ്. സാധാരണ എല്ലാ വർഷവും കരുവാരുണ്ട് ബ്രാഞ്ച് ടർഫ് ഫുട്ബോളാണ് വിന്നർ ആവാറുള്ളത്. എല്ലാ വർഷവും. കഴിഞ്ഞ വർഷം വെച്ച് ബാക്കിയൊക്കെ അവരായിരുന്നു. പക്ഷെ ഈ വർഷം എന്ത് ചെയ്തു? കരുവാറിന്റെ മെഗാഡസിലും മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കുട്ടികളുടെ മാത്രമല്ല, ഡയറക്ടർമാരും അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ ഫിനിക്സിലെ എല്ലാ ജോലിക്കാരും, MD മുതൽ താഴെ തട്ടിലുള്ള എല്ലാവരും ഒരു കഠിനമായി ഇതിന്റെ പിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ തെളിയുന്നത്. നമ്മുടെ ചോദിച്ചറിയാം. അവരുടെ അഡ്മിൻ സ്റ്റാഫും അതുപോലെ തന്നെ ഡയറക്ടർമാരും എല്ലാവരും അവരുടെ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും ഒന്നാമത്തെ റാങ്ക് 2 കുട്ടികൾക്കാണ് വണ്ടൂരിൽ നിന്ന് വരുന്നത്. നൈന സി, അതുപോലെ തന്നെ രസ്ന MP. ഇവരാണ് വണ്ടൂരിൽ നിന്നുള്ള 1ാം റാങ്കിലെ കുട്ടികൾ. ഇവരോടൊപ്പം തന്നെ കരുവാരകുണ്ട് ബ്രാഞ്ചിലെ നജ്വ എന്ന് പറയുന്ന കുട്ടിയാണ് 1ാം റാങ്കിലായ മറ്റൊരു കുട്ടി. ഇനി അതുപോലെ തന്നെ 2ാം റാങ്ക് ഒരു കുട്ടിക്കാണുള്ളത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ 2ാം റാങ്ക് എന്ന് പറയുന്നേ ഉള്ളൂ. അതും 1ാം റാങ്കും 2ാം റാങ്കും തമ്മിൽ അതെ, അതായത് അതെ, തീർച്ചയായിട്ടും ഇതിൽ 1ഉം 2ഉം റാങ്കും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കുട്ടി മോശമല്ല. കാരണം ചിലപ്പോൾ പരീക്ഷാ ഹാളിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ടെൻഷനോ അല്ലെങ്കിൽ അതൊക്കെ ഇതിനെ ബാധിക്കാവുന്നതാണ്. ഇപ്പൊ ഒരാളും കഴിവില്ലാത്തവരല്ല, ഇവരൊക്കെ തന്നെ കഴിവുള്ളവരാണ്. അവരൊക്കെ അടുത്ത പ്രാവശ്യം കൂടുതൽ അധ്വാനിക്കുകയും ചെയ്യും. 2ാം റാങ്ക് ഒരു കുട്ടിക്കാണ്. വണ്ടൂരിലെ അപർണ KV എന്ന് പറയുന്ന കുട്ടിയാണ്. ഇതുപോലെ തന്നെ 1ാം റാങ്കുമായിട്ട് അരമാർക്കാണ് വ്യത്യാസമുള്ളത്. ഇനി 3ാം റാങ്ക് കരുവാരുണ്ടിലേക്ക് വീണ്ടും കരുവാരുണ്ടിലേക്കാണ്. സാവിയ TK എന്ന് പറയുന്ന കുട്ടി. അതും ഇതുപോലെ തന്നെ ചെറിയ ശതമാനം, അതായത് 158 മാർക്കാണ്. ഒരു മാർക്കാണ് 2ാം റാങ്ക് 3ാം റാങ്ക് തമ്മിൽ ഉള്ളത്. അതെ. അതുപോലെ തന്നെ ഇനി പൂക്കോടുംപാടം രംഗപ്രവേശം ചെയ്യുകയാണ്. 4ാം റാങ്കില് പൂക്കോടുംപാടം ഫാത്തിമ ഹന്ന T. അത് ഇതുപോലെ തന്നെ അരമാർക്കാണ് വ്യത്യാസം. ഒക്കെ അരമാർക്കും ഒരു മാർക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഏതോ ഒരു വർഷം പൂക്കോടുംപാടം ആദ്യ 10ൽ 7 വന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. വണ്ടൂരിനൊപ്പം തന്നെ മത്സരിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അവസാനമൊക്കെ ഫുൾ A+ന്റെ എണ്ണം നോക്കുമ്പോൾ വണ്ടൂർ ഇത്രയും കുട്ടികളുടെ 21 ഫുൾ A+, പൂക്കോടുംപാട് 20. അങ്ങനെ അത്രയും മത്സരിച്ച് വന്ന ഒരു ബ്രാഞ്ചാണ്. തീർച്ചയായിട്ടും അടുത്ത മെഗാ ടെസ്റ്റിൽ നമുക്ക് ഇപ്പൊ ഈ മെഗാ ടെസ്റ്റിൽ നമ്മൾ ആദ്യ 10ൽ 3 പേരുണ്ട്. ഒരു ശക്തമായി തിരിച്ചു വരുമെന്നാണ്. ഞാൻ ബ്രാഞ്ച് വൈസ് ആയിട്ടുള്ള കാര്യം ലാസ്റ്റ് പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ബ്രാഞ്ച് മോശമല്ല. അതുപോലെ തന്നെ 4ാം റാങ്ക് ഒരു കുട്ടി കൂടിയുണ്ട്. കരുവാരകുണ്ടിലെ ഫിദ നസ്രി P എന്ന് പറയുന്ന കുട്ടിയാണ്. 5ാം റാങ്ക് ഒരു കുട്ടിക്കാണ്. അത് കാളികാവാണ്. കാളികാവ് ഇതുവരെ വന്നിട്ടില്ല. 5ാം റാങ്ക് കാളികാവ് ബ്രാഞ്ചിനാണ്. അത് ഹാഷിം ഹിദായത്ത് എന്ന് പറയുന്ന കുട്ടി. ഹാഷിം ഹിദായത്ത് 156.5, അതായത് 99 റാങ്ക്. 4ാം റാങ്കിനേക്കാൾ ഒരു മാർക്ക് കുറവാണ് ആ കുട്ടികൾ. പിന്നെ 6ാം റാങ്ക് നേരത്തെ പറഞ്ഞു, നമ്മള് അരീക്കോട് ബ്രാഞ്ച് പുതിയ ബ്രാഞ്ചാണ്. പക്ഷെ അവരും റാങ്കിൽ മുന്നിൽ തന്നെ വരുന്നുണ്ട്. 6ാമത്തെ റാങ്കാണ്. 6ാമത്തെ റാങ്ക് ദേവിക രജീഷ് എന്ന് പറയുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് 156 മാർക്ക്, അതായത് 97.5%. ഇവിടെ മാർക്ക് അരമാർക്ക് ഒരു മാർക്ക് എന്ന് പറയേണ്ടെങ്കിലും ശതമാനത്തിൽ വലിയ കുറവില്ല. അരീക്കോട് ബ്രാഞ്ച് ഏറ്റവും പുതിയ ബ്രാഞ്ച് ആണെങ്കിലും അവരെല്ലാ കാര്യത്തിലും സജീവമാണ്. നമ്മൾ ഒരുപാട് വർഷം പഴക്കമുള്ള ബ്രാഞ്ചോടൊപ്പം മത്സരിക്കുന്നുണ്ട്. അപ്പൊ മെഗാ ടെസ്റ്റിലും അവർ അതേപോലെ തന്നെ നമ്മള് ആ കുട്ടിയുമായിട്ട് ഇപ്പൊ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റാങ്കുകാരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ബ്രാഞ്ചിലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ബ്രാഞ്ചായിരുന്നു പരീക്ഷാ സമയത്തൊക്കെ ഞാൻ കൺട്രോളർ എന്നുള്ള നിലയ്ക്ക് എല്ലാ ബ്രാഞ്ചിലും പോയിരുന്നു. ഏകദേശം റാങ്ക് വരുന്ന കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വളരെ ആവേശത്തിലാണ്. അടുത്ത മെഗാ ടെസ്റ്റിലൊക്കെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരും. നല്ലൊരു മത്സരം തന്നെ. ഇത് കിട്ടിയവരും ഇനി കിട്ടാൻ കാത്തു നിൽക്കുന്നവരൊക്കെ നല്ല മത്സരം തന്നെ ഉണ്ടാവും. അതെ, അത്ര ഈസി വാക്ക് ഓവർ എന്ന് പറയില്ല, നമ്മൾ അങ്ങനെ കഴിയില്ല. നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ 1ാം റാങ്ക്. അതെ അതെ അതെ. അതുപോലെ തന്നെ 7ാം റാങ്ക് 2 കുട്ടികളാണ്. അതൊന്ന് ഷദാ ഹാഷ്ബിൻ MP, അതുപോലെ തന്നെ അബിഷാവി. 2 പേരും കരുവാരകുണ്ട് ബ്രാഞ്ചാണ്. അടുത്ത വരുന്ന 8ാം റാങ്ക് 3 കുട്ടികൾക്കാണ്. അംജദ് E, അതുപോലെ തന്നെ ഫാത്തിമ ജൗഹറ. 2 പേരും വണ്ടൂർ ബ്രാഞ്ചാണ്. അതുപോലെ തന്നെ 3ാമത് റാങ്ക് ഷെയർ ചെയ്യുന്നത് 8ാം റാങ്ക് വരുന്നത് ഐഷ റെന പൂക്കോടുംപാടം ബ്രാഞ്ചാണ്. അതുപോലെ തന്നെ 9ാം റാങ്ക് വണ്ടൂരിലാണ് നഷ്വ M. അതുപോലെ പിന്നെ 9ാം റാങ്ക് ഒരു കുട്ടി കൂടിയുണ്ട്, പൂക്കോടുംപാടത്തെ ഹിബ K. 10ാം റാങ്ക് ഒരു കുട്ടിക്കാണുള്ളത്. അത് വണ്ടൂരിലെ ശിവപ്രിയ എന്ന് പറയുന്ന കുട്ടിയാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആകെ റാങ്ക് 10 റാങ്കിൽ 17 കുട്ടികളാണ് വരുന്നത്. അതിലെ ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ
വണ്ടൂരിൽ 7 കുട്ടികളാണുള്ളത്. ആദ്യത്തെ 10 റാങ്കിൽ 17 കുട്ടികളിൽ 7 കുട്ടികളും വണ്ടൂരിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ കരുവാരുകൊണ്ട് 5 കുട്ടികളാണ് വരുന്നത്. അതുപോലെ തന്നെ പൂക്കോടുംപാടം നേരത്തെ പറഞ്ഞു ഒരു ക്ലാസ്സേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുള്ളെങ്കിലും റാങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. 3 കുട്ടികളാണുള്ളത്. മാത്രമല്ല അവര് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരോട് സംസാരിച്ചപ്പോൾ അവർ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തോ കാരണത്താൽ ചിലപ്പോൾ റാങ്ക് 1 1/2 മാർക്കോ ആയിരിക്കാം. തീർച്ചയായിട്ടും അവരൊക്കെ ഈ ചിത്രത്തിലുണ്ട്, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. വരുന്ന പരീക്ഷകളിൽ ഇതിൽ തന്നെ ചില കുട്ടികൾ ചില ബ്രാഞ്ചൊക്കെ റാങ്കുകളിൽ ചെറിയ മാറ്റമുണ്ട്. അതൊക്കെ ഈ 2-3 മാർക്കുകളുടെ ഡിഫറൻസിലാണ്. ആദ്യ 10 ഈ റിസൾട്ടിന്റെ തന്നെ ഒരു വൈബ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അതില് ആദ്യത്തെ ഈ 17 കുട്ടികൾ വരുമ്പോഴും അതിന്റെ മാർക്കിന്റെ ഡിഫറൻസ് എത്രയാണ്? ലാസ്റ്റ് സാറ് നോക്കി, ലാസ്റ്റ് എത്ര 10ാം റാങ്ക് വരുന്നത് നമ്മൾ 154 മാർക്ക്, 6 മാർക്കാണ് അവിടെ എന്തായിട്ടുള്ളൂ. അപ്പൊ ആ ഒരു മത്സരത്തിന്റെ കാഠിന്യം എത്ര മനസ്സിലാക്കാൻ പറ്റും. റാങ്ക് 10 എന്നൊക്കെ പറയെങ്കിലും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വളരെ കുറച്ച് വ്യത്യാസം. അതുപോലെ ഇതിൽ വേറൊരു വിഷയമുള്ളത്, പല രക്ഷകരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇപ്പോഴും എന്താണ് ഈ റാങ്കിങ് സിസ്റ്റം നടത്തുന്നത് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ ഈ പ്രാവശ്യം റാങ്കിങ് വരാത്തൊരു ബ്രാഞ്ചാണ് നിലമ്പൂർ ബ്രാഞ്ച്. എടവണ്ണ നിലമ്പൂർ 1/2 മാർക്ക് വ്യത്യാസത്തിലാണ് ആ കുട്ടിക്ക് ഈ 10th റാങ്കിൽ പെടാതെ പോയത്. അപ്പൊ ആ കുട്ടി ഭയങ്കര സങ്കടത്തിലാണ്. ഞാൻ പറഞ്ഞത് ആ സങ്കടം എന്തായിട്ട് മാറണം, മെഗാ ടെസ്റ്റിലേക്കുള്ള ഊർജ്ജമായിട്ട് മാറും. അപ്പൊ ഞങ്ങളുടെ റാങ്കിങ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ കുട്ടികളിൽ ഒരു ഹെൽത്തി ആയ കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതുമായി അവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളതല്ല. അവരിൽ നമ്മള് മെഗാ ടെസ്റ്റ് 2 പിന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് 50 കുട്ടികളെ, ആദ്യ റാങ്ക് വരുന്ന 50 കുട്ടികളെ നമ്മൾ ഒരു ഫ്രീ ടൂർ സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. പ്ലസ് ടു ആണ്. പക്ഷെ കഴിഞ്ഞ 2 വർഷം നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല, കൊറോണയും അതേപോലെ പോകാൻ പറ്റാത്ത. അതിന് മുമ്പ് ചെയ്തിരുന്നു, നമ്മൾ ഉഷാറായി ചെയ്തിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ വൈബ് നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ തുടങ്ങിയതല്ല. അപ്പൊ നേരത്തെ തന്നെ മെഗാ ടെസ്റ്റ് എഴുതുന്ന എല്ലാ കുട്ടികളും പറയാനുള്ളത് നന്നായി പഠിച്ചോളി. ആദ്യ റാങ്ക് വരുന്ന 50 കുട്ടികൾക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, 2ാം മെഗാ ടെസ്റ്റിൽ ടൂറില് വേറൊരു വൈബും കൂടി നമ്മൾ പറയുന്നുണ്ട്. അഥവാ നമ്മൾ ഈ 95% ഈ 17 പേര് എന്നുള്ളത് അവരുടെ മാർക്ക് പോലെ തന്നെ 95% മാർക്ക് 96 പോയിന്റ് അതിനുള്ളിലാണ് ഈ 17 കുട്ടികൾ. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാലേ 17 കുട്ടികളിൽ 2 കുട്ടികളാണ് ആൺകുട്ടികളുള്ളത്. അപ്പൊ നമ്മൾ ആൺകുട്ടികളൊക്കെ ഒന്നും കൂടി ഉഷാറാവണ്ട. കാരണം നമ്മൾ വെറും പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് സ്ട്രെങ്ത്തിലും എനിക്ക് തോന്നുന്നത് മെജോറിറ്റി ഗേൾസ് ആണ് ബ്രാഞ്ചിലും. ജനറലി അത് പ്രശ്നമാണ്. നമുക്ക് 2ാം മെഗാ ടെസ്റ്റില് ബോയ്സ് കൂടെ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് നമ്മള് ബ്രാഞ്ചുകളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബ്രാഞ്ചുകൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നിലമ്പൂരുകാരും അതുപോലെ തന്നെ ഇടവണ്ണക്കാരും ഒട്ടും നിരാശപ്പെടേണ്ടതില്ല. കാരണം നല്ല കുട്ടികൾ, ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, നല്ല കുട്ടികളുണ്ട്. അവർ 2ാമത്തെ മെഗാ ടെസ്റ്റിൽ അവർ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് കൂട്ടിയത്. തീർച്ചയായിട്ടും അവർ മാത്രമല്ല, അവർക്ക് കൂടി വേണ്ടിയിട്ട്, അതായത് സെപ്റ്റംബർ 17 മുതൽ നവംബർ 30 വരെ, അല്ലെ, നവംബർ 30 വരെയുള്ള അറ്റൻഡൻസ്, അതായത് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ മാർക്ക് വാങ്ങാം എന്നുള്ളതാണ്. മാർക്ക് ഡെപ്പോസിറ്റ്, നമ്മൾ സാധാരണ പണമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ മാർക്ക് ഡെപ്പോസിറ്റ് മുൻകൂട്ടി ഫുൾ 100% അറ്റൻഡൻസ് ഉള്ള കുട്ടിക്ക് 10 മാർക്ക് അവിടെ ആൾറെഡി കിട്ടുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് ആ കോൺഫിഡൻസോടുകൂടിയാണ് പരീക്ഷകളിലേക്ക് പോകുന്നത്. അതെ, അതുപോലെ നോട്ട് നല്ല വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ, കണ്ടന്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് എഴുതുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മാർക്ക് അവിടെ കിട്ടും. പ്ലസ് ടുവിനെ സംബന്ധിച്ച് ഇന്റഗ്രേഷൻ പോലുള്ള ചാപ്റ്ററിന് 2 മാർക്കാണെന്നാണ് എന്റെ തോന്നല്. അപ്പൊ അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ക്ലാസ് ടെസ്റ്റിന് അതിന് കിട്ടുന്ന 15 മാർക്കിന്റെ പുറമെ പ്ലസ് 1-നാണെങ്കിൽ 4 മാർക്ക് മെഗാ ടെസ്റ്റിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാം. ഓരോ ചാപ്റ്റർ 4 മാർക്ക് ഫുൾ സ്കോർ 15 മാർക്ക് വാങ്ങിയാൽ ആ കുട്ടി സ്വാഭാവികമായും ക്ലാസ്സിൽ ഉയർന്നു നിൽക്കും ക്ലാസ് ടെസ്റ്റ് എന്നുള്ള എനിക്ക്. അതിന്റെ പുറമെ ഓട്ടോമാറ്റിക് ആയിട്ട് 4 മാർക്ക് മെഗാ ടെസ്റ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ. പ്രത്യേകിച്ച് എക്സാമുകളൊക്കെ ഒരു ക്ലാസ് ടെസ്റ്റുകളൊക്കെ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില കുട്ടികളൊക്കെ. അപ്പൊ അവർക്ക് കൂടി വലിയൊരു മുന്നറിയിപ്പാണ് ഇത്തരത്തിലുള്ള നയം. അതെ, എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നൊക്കെ കൃത്യമായി നോട്ട് എഴുതുന്ന കുട്ടികൾ ഇനി മുതൽ രക്ഷിതാക്കൾ കാണാൻ പോവാണ്. നമ്മൾ ആ ഒരു പ്രതീക്ഷയാണുള്ളത്. ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല, അത്രയും സിസ്റ്റമാറ്റിക് ആയി. ഇപ്പൊ എന്റെ മുന്നിൽ തന്നെ എനിക്കറിയാം, കുട്ടികൾ പല പിന്നെ മഷിയിലൊക്കെ എഴുതി ഹെഡിങ് ഒക്കെ കൃത്യമായി വരച്ച് അവര് അത്രയും ആത്മാർത്ഥമായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായും ബോയ്സ് ചില ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, എല്ലാവരും നമ്മൾ പറയുന്നില്ല. അങ്ങനെ ശ്രദ്ധിക്കാത്ത കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഒന്നിച്ച് പിന്നോട്ട് പോകും. അപ്പൊ ഇനി വെറുതെ നമ്മൾ മാർക്ക് വാങ്ങാൻ കഴിയില്ല. അപ്പൊ ബെസ്റ്റ് സ്റ്റുഡന്റ് എന്ന് കൂടി പറയാന്ന് എനിക്ക് തോന്നുന്നത്. മെഗാ ടെസ്റ്റില് ഉയർന്ന കുട്ടിയല്ല, ബെസ്റ്റ് സ്റ്റുഡന്റ്. ആ കുട്ടി ഫിനിക്സിലെ മാത്രല്ല, ഓൾ ഓവർ, അതായത് എല്ലാ സ്കൂളിലും ടോപ്പർ നമ്മളെ കുട്ടികൾ തന്നെയായിരിക്കും ഇനി വരിക.
അപ്പൊ അതുകൊണ്ട് ആ ഒരു ലെവലിൽ പഠിക്കുക. പിന്നെ കുട്ടികൾ എനിക്ക് തോന്നുന്നു ചെല്ലുന്നവർക്കൊക്കെ മെഗാ ടെസ്റ്റ് എന്നുള്ള രൂപത്തിൽ ചർച്ചകൾ വരും. പിന്നെ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് നമ്മളല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാടുണ്ട്. പക്ഷെ എന്നും ഓരോ സ്കൂളിലെ ടോപ്പേഴ്സ് നോക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികളായിരിക്കും. ഇപ്പൊ വണ്ടൂരിനെ ആലോചിച്ചാൽ മതി. വണ്ടൂര് എപ്പോഴും വണ്ടൂർ VMCയിലെ ടോപ്പറും വണ്ടൂർ ഗേൾസ് ടോപ്പർ എന്നും ഫിനിക്സ് ആയിരുന്നു. അതേപോലെ നിലമ്പൂർ ഫിനിക്സ് തുടങ്ങിയത് മുതൽ ടോപ്പർ അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ കാരണം ഫിനിക്സിന്റെ ക്ലാസ്സിനൊക്കെ അപ്പുറം ഈ മെഗാ ടെസ്റ്റ് ആണ്. കുട്ടികളൊരു പണ്ട് അശ്വമേധയാഗം എന്ന് പറയും. അതായത് ഓരോ പ്രദേശത്തേക്ക് കുതിരേനെ അഴിച്ചുവിടാൻ അത് ഓരോ പ്രദേശമായിട്ട് ഇങ്ങനെ കീഴടക്കി വരികയാണ്. അപ്പൊ നമ്മൾ ആദ്യം കാളികാവൂരോ അല്ലെങ്കിൽ വണ്ടൂരിലെ ചെറിയ പ്രദേശങ്ങളിൽ ഒതുങ്ങി നിന്ന് പിന്നെ നമ്മൾ പോയി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ ബോർഡറിൽ ഇന്നലെ കഴിഞ്ഞ വർഷം അരീക്കോട് ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ളൂ. അവിടെയും ഒരുപാട് സ്കൂൾ, കാവനൂർ സ്കൂള്, അരീക്കോടത്തെ മറ്റേ പെരുമ്പറമ്പ് സ്കൂളിലൊക്കെ ടോപ്പേഴ്സ് നമ്മുടെ കുട്ടികളാണ്. തുടങ്ങിയ വർഷം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ലെവലിലേക്ക് അവർ വരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ MDന്റെ മനസ്സെന്താന്ന് അറിയില്ല. വരുന്ന വർഷങ്ങളിൽ പുതിയ കുറെ ബ്രാഞ്ചുകൾ വരികയാണെങ്കിൽ നമ്മൾ ജില്ലേന്റെ അപ്പുറം പോകും തോന്നുന്നു. അപ്പോൾ നമ്മൾ നിലവിൽ അടുത്ത വർഷം നമ്മൾ 2-3 ബ്രാഞ്ച് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ പിന്നീട് അറിയിക്കും. എന്തായാലും ജില്ല പുറത്തു വിടാൻ ഇപ്പൊ നമുക്ക് തൽക്കാലം എന്തില്ല, നമ്മൾ ആദ്യം മലപ്പുറം ജില്ലയിൽ തന്നെ വരാം. കാരണം അരീക്കോടൊക്കെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അവരുടെ റിസൾട്ട് വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ എൻട്രൻസിൽ നമുക്ക് ഗൂഡല്ലൂരിൽ കുട്ടികളുണ്ട്. ജില്ലക്ക് സ്റ്റേറ്റിന് പുറത്തുള്ള കുട്ടികൾ. ഏതായാലും മെഗാ ടെസ്റ്റിന്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റർ ജീവ് സാർ നടത്തും. അദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടി ഇപ്പോൾ ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ട എല്ലാ വർക്കുകളും ഓരോ ബ്രാഞ്ചിലും കൃത്യമായിട്ട് മുന്നോട്ട് പോയാലേ ഇതൊക്കെ വിജയിക്കുള്ളൂ. ഇതിനൊരു കോർഡിനേഷൻ വേണം. അപ്പോൾ ആ ഒരു ജോലി വളരെ വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ജീവ് സാർ, അക്കാഡമിക് കോർഡിനേറ്റർ. അപ്പോൾ ഈ ഒരു ടോക്ക് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കും. മെഗാ ടെസ്റ്റ് റിസൾട്ട് ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് നമ്മളുള്ളത്. ഇതിൻ്റെ ഒരു അക്കാഡമിക് കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് യൂണിവേഴ്സിൻ്റെ 7ഓളം ബ്രാഞ്ചുകളിൽ നമ്മൾ ഈ മെഗാ ടെസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പേ അതിൻ്റെ ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ ഒരു പരീക്ഷാ പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഡിക്ലറേഷനോ അല്ല. അതിനപ്പുറം ഒരുപാട് കാലത്തെ ഫിനിക്സിൻ്റെ ഒരു ടീം ഒന്നടങ്കം ഒരു എണ്ണയിട്ട മെഷീൻ കണക്കെ പ്രവർത്തിച്ചു കൊണ്ടാണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, വെൽ പ്ലാൻഡ് ആയിക്കൊണ്ടാണ് നമ്മൾ കൂട്ടായ്മയിലൂടെയാണ്. അതിൻ്റെ ഒരു ഭാഗം എന്ന നിലക്ക് ഒരു അക്കാഡമിക് കോർഡിനേറ്റർ എന്ന നിലക്ക് ഫിനിക്സിൻ്റെ 7 ബ്രാഞ്ചുകളിലും കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയും അതാത് ബ്രാഞ്ചുകൾ സന്ദർശിക്കുകയും അവിടെയൊക്കെ കുട്ടികളുടെ പരീക്ഷയിലെ മാർക്കുകൾ വിലയിരുത്തുക, എല്ലാ ചാപ്റ്ററിൻ്റെയും എക്സാമുകൾ അവർ നടത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലാ ചാപ്റ്ററുകളുടെയും നോട്ടുകൾ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുക, അതുപോലെ തന്നെ അവരുടെ പരീക്ഷാ പെർഫോമൻസ്, അവരുടെ അറ്റൻഡൻസ് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും എല്ലാ ബ്രാഞ്ചിലെയും വിലയിരുത്തി കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇങ്ങനെ വളരെ ഈ മെഗാ ടെസ്റ്റിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പേ ഒരുപാട് ഘട്ടങ്ങളിലൂടെ, അഥവാ ഒരു ചാപ്റ്ററിൻ്റെ മെഗാ ടെസ്റ്റിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പേ കുട്ടികൾക്ക് ഒരൊറ്റ ചാപ്റ്റർ തന്നെ വൈവിധ്യങ്ങളോടെ കുട്ടികളുടെ മുമ്പിലേക്ക് എത്തി എന്ന് ഉറപ്പ് വരുത്തുകയാണ്. ഉദാഹരണത്തിന് വൈവ എക്സാം, ചാപ്റ്റർ വൈസ് എക്സാം, അതുപോലെ തന്നെ മറ്റ് പ്രീ മെഗാ ടെസ്റ്റുകൾ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള വൈവ, അങ്ങനെ പല രീതിയിലുള്ള എക്സാമുകൾ കഴിഞ്ഞതിന് ശേഷം അതെ ഒരു അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അതിനെ വാല്യൂ ചെയ്തുകൊണ്ട് ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ മെഗാ ടെസ്റ്റിലേക്ക് പ്രവേശിക്കുകയും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഔട്ട്പുട്ട്, അതിൻ്റെ റിസൾട്ട് കൃത്യമായി നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാവുന്ന അരമാർക്കും ചെറിയ മാർക്കിനൊക്കെ റാങ്കുകൾ അത്രയും ശക്തമായ കോമ്പറ്റീറ്റീവ് നടന്ന ഒരു പരീക്ഷ കൂടിയാണ് ഈ മെഗാ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ടീം വർക്കിന് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന നിലക്ക് ഇതിലെ സ്റ്റാറുകളെ നമുക്ക് അഭിനന്ദിക്കാം. അവരുടെ ഈ പ്രയത്നങ്ങളെ, ഫിനിക്സിൻ്റെ ഈ മുഴുവൻ ടീമിനെയും നമുക്ക് പ്രത്യേകമായിട്ട് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യാം. തീർച്ചയായും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട പോലെ ഈ 1ാം മെഗാ ടെസ്റ്റിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് ആദ്യ റാങ്കിലും അതിന് തൊട്ട് ഉടനെയുള്ള റിസൾട്ടിലൊക്കെ മുന്നോട്ട് വന്ന മുഴുവൻ കുട്ടികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ അനുമോദനങ്ങളും അവരെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മെഗാ ടെസ്റ്റിലെ വിജയികളെ നമ്മൾ ഒരു പ്രൗഢമായ ഒരു സദസ്സിൽ ഫിനിക്സിൻ്റെ ഒക്ടോബർ 5-ന് നടക്കുന്ന വൈവിധ്യമാർന്ന കുട്ടികളുടെ കരഘോഷങ്ങളുടെ ആഘോഷങ്ങളുടെയൊക്കെ അകമ്പടിയോടെ നടക്കുന്ന നമ്മളെ വിക്ടറി ഡേയിൽ ഈ കുട്ടികളെ നമ്മൾ ആദരിക്കുന്നതാണ്. ആ വലിയ മഹത്തായ ചടങ്ങിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികളെ നമ്മൾ
ഈ സന്ദർഭത്തിൽ രക്ഷിതാക്കളെയൊക്കെ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സന്ദർഭത്തിൽ തന്നെ നമ്മൾ 2ാം മെഗാ ടെസ്റ്റ് കുട്ടികളെ ഡിക്ലെയർ ചെയ്യുകയാണ്. നമുക്കൊക്കെ അറിയാം, പുതിയ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാലത്തിൻ്റെ മാറ്റത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ 2ാം മെഗാ ടെസ്റ്റ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 2ാം മെഗാ ടെസ്റ്റ് +2 നമ്മൾ ഒക്ടോബർ 20-നും അതുപോലെ തന്നെ +1 നമ്മൾ നവംബർ 3-നുമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ മെഗാ ടെസ്റ്റിന് വേണ്ടിയിട്ട് പലപ്പോഴും ചെറിയ മാർക്കിന്, പലപ്പോഴും ഇപ്പോൾ നിലമ്പൂർ ബ്രാഞ്ചിൻ്റെ കാര്യം സൂചിപ്പിച്ചു, അരമാർക്കിൻ്റെ ഡിഫറൻസിലാണ് ആദ്യ 10-ൽ ഉൾപ്പെടാൻ കഴിയും. അതുപോലെ ഇടവണ്ണയും സമാനമായ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ മാർക്കുകളുടെ വ്യത്യാസത്തിൽ റാങ്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവിടേക്ക് എത്താൻ കഴിയാതെ പോയ ഹതഭാഗ്യരായ കുട്ടികൾ ചിലപ്പോൾ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശക്തമായി തിരിച്ചു വരാൻ ഫിനിക്സ് ഒരു അവസരം കൂടി നൽകുകയാണ്. ഒപ്പം റാങ്ക് കിട്ടിയ കുട്ടികൾ അവരുടെ റാങ്ക് നിലനിർത്താനുള്ള ശക്തമായ മത്സരവും, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയൊരു മത്സരം കൂടിയായിരിക്കും നമ്മൾ 2ാം മെഗാ ടെസ്റ്റിലൂടെ കാഴ്ചവെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി എല്ലാ വിദ്യാർത്ഥികളെയും അതിനുവേണ്ടി പരിശ്രമിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.